പൂക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മെയിൻ റോഡിൽ നിന്ന് 40 മീറ്റർ ഡിസ്റ്റൻസിൽ 4 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് വരുന്ന ഒരു വില്ല പ്രൊജക്റ്റാണിത്. അതിലെ ആദ്യത്തെ വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 10-14 വില്ലകൾ ഈ പ്രോജക്റ്റിനുള്ളിലുണ്ട്. അതിലെ ആദ്യത്തെ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ വീടിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ 2 സൈഡിലും റോഡാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 സൈഡ് ഓപ്പണായി ലഭിക്കുന്നതാണ്. സ്ക്വയർ ട്യൂബിൽ തീർത്ത മനോഹരമായ ഒരു ഗേറ്റാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ വീടിന് ഒരു സൈഡിൽ സ്ലൈഡിംഗ് ഗേറ്റും ഒരു സൈഡിൽ ഫോൾഡിംഗ് ഗേറ്റുമാണ് വരുന്നത്. അതേപോലെ ഇതിന് 3.7 മീറ്റർ ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. 3 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റോട് കൂടി 3 ബെഡ്റൂമുകളുള്ള ഈ വീട് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത്. പടിഞ്ഞാറ് ദർശനമായുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത് വടക്ക് ദർശനമായിട്ടാണ്. 4 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയുമുള്ള ഒരു കവേർഡ് കാർ പോർച്ചാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി ഏകദേശം 1.5 മീറ്റർ വീതിയുണ്ട്. അതേപോലെ ഇവിടെ മനോഹരമായി ഗാർഡൻ ചെയ്ത് ഭംഗിയാക്കാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം 1.25 to 1.5 മീറ്റർ വീതിയിൽ മെറ്റൽ ചിപ്സ് വിരിച്ച് ഭംഗിയാക്കി തീർത്തിട്ടുണ്ട്. ഇത് വീടിൻ്റെ വടക്ക് ഭാഗമാണ്. ഇവിടെ നമുക്ക് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇതിൽ 3 മീറ്റർ നീളവും 1.25 മീറ്റർ വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു 3 ചെയർ സെറ്റ് ചെയ്യാവുന്നതാണ്. മഹാഗണിയിൽ തീർത്ത മനോഹരമായ ഒരു പ്രധാന വാതിലാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഏകദേശം 10 അടി വീതിയും 12 അടി നീളവുമുള്ള ഒരു ലിവിംഗ് റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൻ്റെ 2 ഭാഗത്തായിട്ട് 2 ജനലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 പാളിയുടെയും 3 പാളിയുടെയും ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭിത്തിയിൽ വാൾപേപ്പർ കൊടുത്ത് ഇന്റീരിയർ വർക്ക് ചെയ്ത് ലൈറ്റും കൊടുത്ത് ഭംഗിയാക്കി തീർത്തിട്ടുണ്ട്. മുകളിലായിട്ട് ലൈറ്റുകളും LED സ്ട്രിപ്സും കൊടുത്ത് മനോഹരമായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഡൈനിങ് റൂമിലേക്ക് പോകുമ്പോൾ ഡൈനിങ് റൂമും ലിവിംഗ് റൂമും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ ഒരു ഇന്റീരിയർ വർക്ക് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 8 അടി വീതിയും 16 അടി നീളവുമുള്ള ഈ ഡൈനിങ് സ്പേസിന്റെ മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ വാഷ് കൗണ്ടർ വരുന്നത് ഈ കോർണറിലായിട്ടാണ്. വാഷ് കൗണ്ടറും മൾട്ടിവുഡിൽ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഗ്രേ കളറിലുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് നമ്മളുടെ കിച്ചൺ വരുന്നത്. കിഴക്കോട്ടാണ് നമ്മൾ സ്റ്റൗവിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 10 അടി വീതിയും 12 അടി നീളവുമുള്ള ബെഡ്റൂമാണ് ഇത്. ഈ ബെഡ്റൂമിൻ്റെ കിഴക്കും തെക്കും വശത്ത് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് 3 ഡോറുകളോടുകൂടിയ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. കബോർഡിൽ മിറർ ആഡ് ചെയ്യാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു വശത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം കബോർഡ് കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടർ സ്പേസ് വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം.
ഈ വീടിന്റെ ഇലക്ട്രിക്കൽ വർക്കിലേക്ക് വരികയാണെങ്കിൽ വയേഴ്സ് എല്ലാം വി ഗാർഡും സ്വിച്ചസ് എല്ലാം ലെഗ്രാൻഡുമാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 8 അടി വീതിയും 10 അടി നീളവുമുള്ള ഈ ലിവിംഗ് സ്പേസിന്റെ മുകളിലായി സീലിംഗ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്ന ഭാഗത്തായിട്ട് പർഗോളകൾ കൊടുത്ത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വീടിന്റെ മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. 9 അടി വീതിയും 12 അടി നീളവുമുള്ള ഈ ബെഡ്റൂമിന്റെ 2 ഭാഗങ്ങളിലായിട്ട് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിന്റെ മുകൾ ഭാഗം സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടറും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. എല്ലാം സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 10 അടി വീതിയും 12 അടി നീളവുമുള്ള ഈ ബെഡ്റൂമിന് 2 ഭാഗത്തായിട്ട് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം സീലിംഗ് വർക്കുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു കബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബെഡ്റൂമിന്റെ ബാത്റൂമിലേക്ക് വരാം. ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് വാഷ് കൗണ്ടറും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയയുടെ മുകൾ ഭാഗം ഷീറ്റ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഇവിടെ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള ടാപ്പും സ്വിച്ചസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ മുകളിലത്തെ ബാൽക്കണിയിലേക്കാണ്. തെക്കു പടിഞ്ഞാറേ ഭാഗത്തായിട്ടാണ് ഈ ബാൽക്കണി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹാഫ് പോർഷൻ ഓപ്പണും ഹാഫ് പോർഷൻ കവേർഡുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് 15 മിനിറ്റ് ഡ്രൈവാണുള്ളത്. എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 10 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്ററുമാണ്. 3 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റോട് കൂടിയ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. തീർച്ചയായും ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ വീട് നേരിൽ കാണുന്നതിനു വേണ്ടിയും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക.